നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും ഇറാൻ അമേരിക്കൻ ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നതിനിടയിൽ ലോകത്തെ ഏറ്റവും വലിയ ആണവക്കരുത്തുള്ള യുദ്ധക്കപ്പലുകളിൽ ഒന്നായ USS ജെറാൾഡ് ആർ ഫോൾഡിൽ ഉണ്ടായ വൻ തീപിടുത്തം ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. ഇറാൻ തീരത്തിന് സമീപം വിന്യസിച്ചിരിക്കുന്ന ഈ അത്യാധുനിക കപ്പലിൽ 30 മണിക്കൂറിലധികം നീണ്ടുനിന്ന അഗ്നിബാധ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങൾ കൊണ്ട് കലുഷിതമായ ഈ കാലഘട്ടത്തിൽ കടലിലെ അമേരിക്കയുടെ കരുത്തായ ഈ വിമാനവാഹിനി കപ്പലിൽ ഉണ്ടായ ദുരന്തം നാവികസേനയുടെ പ്രവർത്തനക്ഷമതയെയും സൈനികരുടെ മാനസികാവസ്ഥയെയും ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കപ്പലിലെ പ്രധാന ലോണ്ടറി വിഭാഗത്തിൽ നിന്നാണ് ഈ തീപിടുത്തം ആരംഭിച്ചത്. ഡ്രയറിലെ വെന്റിലേഷൻ പൈപ്പുകൾ വഴി പടർന്ന തീ നിമിഷങ്ങൾക്കുള്ളിൽ കപ്പലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഒരു പകലിലധികം നീണ്ടുനിന്ന കഠിന പ്രയത്നത്തിലൊടുവിലാണ് നാവികർക്ക് തീ നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചത്. അപകടത്തിൽ കപ്പലിൻ്റെ പ്രൊപ്പൽഷൻ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നും കപ്പൽ ഇപ്പോഴും സജ്ജമാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. എങ്കിലും 3 നാവികർക്ക് പരിക്കേറ്റതായും ഇതിൽ ഒരാളെ വിദഗ്ധ ചികിത്സയ്ക്കായി കപ്പലിൽ നിന്ന് മാറ്റേണ്ടി വന്നതായും അധികൃതർ സ്ഥിരീകരിച്ചു. തീപിടുത്തത്തെ തുടർന്ന് കപ്പലിലെ താമസ സൗകര്യങ്ങൾ തകരാറിലായതോടെ ഏകദേശം 600ഓളം നാവികരാണ് ഉറങ്ങാൻ പോലും ഇടമില്ലാതെ ബുദ്ധിമുട്ടുന്നത്. കപ്പലിൻ്റെ തറയിലും ടേബിളുകൾക്ക് മുകളിലുമായാണ് നിലവിൽ സൈനികർ വിശ്രമിക്കുന്നത്. ഏകദേശം 4500ഓളം പേർക്ക് താമസിക്കാൻ കഴിയുന്ന ഈ കപ്പലിൽ ലോണ്ടറി സംവിധാനം നശിച്ചതോടെ വസ്ത്രങ്ങൾ അലക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി കപ്പലിലെ മലിനജല നിർമ്മാർജ്ജന സംവിധാനത്തിലുണ്ടായ തകരാറുകളും നാവികരുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ 10 മാസത്തെ വിന്യാസമാണ് ഈ കപ്പലിലെ സൈനികർ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഈ അപകടത്തിന് വലിയ ഗൗരവമുണ്ട്. ചെങ്കടലിൽ വിന്യസിച്ചിരിക്കുന്ന ഈ യുദ്ധക്കപ്പലിനെ സഹായിക്കുന്ന എല്ലാ ലോജിസ്റ്റിക് കേന്ദ്രങ്ങളെയും തങ്ങളുടെ ലക്ഷ്യങ്ങളായി കണക്കാക്കുമെന്ന് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇറാൻ്റെ സുരക്ഷാ മേധാവി അലി ലാരിജാനി ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളും പുറത്തു വരുന്നത്. ഇത്തരം സംഘർഷഭരിതമായ സാഹചര്യത്തിൽ USS ജെറാൾഡ് ആർ ഫോർഡിനെ മെയ് 2026 വരെ മേഖലയിൽ നിലനിർത്താനുള്ള തീരുമാനം നാവികരുടെ ക്ഷമ പരീക്ഷിക്കുന്നതാണ്. കപ്പലിൻ്റെ സാങ്കേതിക തകരാറുകളും ഇറാനിൽ നിന്നുള്ള ഭീഷണിയും അമേരിക്കൻ നാവികസേനയ്ക്ക് പശ്ചിമേഷ്യയിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.